നാം ഒന്ന് ചിന്തിക്കും, ദൈവം വേറൊന്ന് നടത്തും എന്ന് നാം സാധാരണ പറയാറുണ്ടല്ലോ. ഇതിനാസ്പദമായി ഞാൻ വായിച്ച ഒരു സംഭവത്തെപ്പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരു മനുഷ്യൻ എന്നും മുടങ്ങാതെ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കൽ സുനാമി വന്ന് അദ്ദേഹത്തിൻ്റെ വീട് നശിച്ചുപോയി. അദ്ദേഹം ചർച്ചിലെ അച്ഛനോട് പോയി സാമ്പത്തികമായി സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിന് സഹായിക്കുവാനുള്ള സാഹചര്യമില്ലായിരുന്നു. അദ്ദേഹം ദൈവം സഹായിക്കും എന്ന് പറഞ്ഞ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച് അയാളെ പറഞ്ഞയച്ചു. പിറ്റേന്ന് അദ്ദേഹത്തിനൊരു കത്ത് വന്നു. അത് വായിച്ച അച്ഛൻ ഞെട്ടിപ്പോയി. ആ ഗ്രാമത്തിൽ നിന്ന് വിദേശത്ത് പോയ സമ്പന്നനായ ഒരു മനുഷ്യൻ 25,000 രൂപ അയച്ചിട്ട് ആ പണം കുറച്ചായി ആർക്കും കൊടുക്കേണ്ട, മറിച്ച് ഏറ്റവും ആവശ്യത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് ആ പണം മൊത്തമായി കൊടുക്കണമെന്നും ആ കത്തിൽ വിശദമായി എഴുതിയിരുന്നു. തന്നോട് സഹായം ചോദിച്ച ആ മനുഷ്യന് ഈ പണം കൊടുക്കണമെന്ന് ചിന്തിച്ച് അച്ഛൻ അടുത്ത ആരാധനക്കൂട്ടത്തിൽ ഈ വിഷയം പങ്കുവച്ചു. അന്ന് ആരാധനയ്ക്ക് വന്ന ചിലർ എഴുന്നേറ്റ് തങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞ് തങ്ങൾക്ക് ആ പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അച്ഛന് എന്തു ചെയ്യണമെന്നറിയാതെ നിരാശയായി. പെട്ടെന്ന് ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു പ്രായമുള്ള മനുഷ്യൻ എഴുന്നേറ്റ്, ദൈവം ആവശ്യമറിഞ്ഞ് സഹായിക്കുന്നവനാണ്. ഇന്ന് പ്രാർത്ഥനയിൽ വന്നിട്ടുള്ള എല്ലാവരുടെയും പേര് എഴുതി ചീട്ടിടാം. ആരുടെ പേരിലാണോ ചീട്ട് വീഴുന്നത് അവർക്കായിരിക്കും ഈ പണം ഏറ്റവും ആവശ്യമുള്ളത് എന്ന് തീരുമാനിച്ച് പണം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് വീണ ആളുടെ പേര് കണ്ടതും അച്ഛൻ ആകെ നിരാശനായി. കാരണം ചീട്ട് വീണ ആൾ സമ്പന്നനും പിശുക്കനും ചർച്ചിനു വേണ്ടി ഒരു സഹായവും ചെയ്യാത്തവനും ആയിരുന്നു. വേറെ നിവൃത്തിയില്ലാതെ അച്ഛൻ അയാൾക്ക് മടിയോടെ മുഴുവൻ പണവും കൊടുത്തു. അടുത്ത ദിവസം തന്നെ വിഷമത്തോടെ അയാൾ അച്ഛൻ്റെ അടുക്കൽ വന്നു. ദൈവം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചു. എൻ്റെ പിശുക്കത്തരം കൊണ്ട് ഞാനാണ് ഈ ചർച്ചിലെ ഏറ്റവും ദരിദ്രനെന്ന് എല്ലാവരുടെയും മുമ്പിൽ ദൈവം തെളിയിച്ചു. ഈ പണം തിരികെ എടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് അയാൾ അച്ഛനോട് അപേക്ഷിച്ചു. അച്ഛൻ താൻ സഹായിക്കാനിരുന്ന ആ പാവ മനുഷ്യനെ പറ്റി അയാളോട് പറഞ്ഞു. പണക്കാരൻ അച്ഛൻ്റെ കൂടെ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ വീട്ടിലേക്ക് ചെന്നു. 25,000 രൂപയും അയാളെ ഏൽപ്പിച്ചിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. മാത്രമല്ല അയാൾക്കും ഭാര്യയ്ക്കും തൻ്റെ കമ്പനിയിൽ ഒരു ജോലിയും കൊടുത്തു. അതുകൂടാതെ അവിടെയുള്ള അടഞ്ഞുകിടന്ന തൻ്റെ വീട്ടിൽ താമസിച്ചു കൊള്ളാനും അവരോട് പറഞ്ഞു. ദൈവത്തിൻ്റെ ഹിതം അവരുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കി. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്ന് ദൈവവചനവും നമ്മെ പഠിപ്പിക്കുന്നു.